മംഗലം പെരുന്തിരുത്തിയിൽ സ്വൈര്യജീവിതത്തിന് വെല്ലുവിളി ഉയർത്തി വീടുകളിൽ വീണ്ടും കരിയോയിൽ പ്രയോഗം. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട്ടിലും കുടുംബങ്ങൾ താമസമുള്ള 6 വീടുകളിലുമാണ് ചുമരുകളിൽ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. പ്രദേശത്ത് ഒരു മാസത്തിനിടെ 2ാം തവണയാണ് സമാന സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിഞ്ഞതെന്ന് നാട്ടുകാർ പറഞ്ഞു. അതന്നെ, ഇതിങ്ങനെ രാവിലെ ഞങ്ങളൊരു 5 മണി വരെ മുന്നേ എണീറ്റിരിക്കുന്നത്. അപ്പോഴാണ് കൊലായി ഇങ്ങനെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അത് വഴിക്ക് വീഴേണ്ടതാണ് അങ്ങനെ കണ്ട്. അപ്പം ഞാൻ ഇവിടെയൊക്കെ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് കാണുന്നുണ്ടോ ഇവിടെയൊക്കെ തിരഞ്ഞ് നടന്നു. അപ്പം ഇവിടുത്തെ സുരേട്ടനുണ്ട് ഇവിടെ നടക്കണേ. അവിടെ ആ വീട്ടിലും അപ്പുറത്തെ വീട്ടിലും അതിൻ്റെ അടുത്തുള്ള എല്ലാ വീടുകളിലും ഒഴിച്ചിരിക്കും. ഇതിന് മുന്നേ ഇപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ചതാണ്. ഇത് വലിയൊരു അപകടം എന്ന് കണ്ട് ഒഴിവായതാണ് വീട്ടിൽ നിന്ന്. പിന്നെ അങ്ങനെ കയ്യിൽ ചവിട്ടി വഴിക്ക് വീണിട്ടുണ്ടെങ്കിൽ തലയും പൊട്ടി ആകെ പ്രശ്നമാകും. അല്ലെങ്കിൽ തന്നെ ആകെ അസുഖമുള്ള ആൾക്കാരാണ്. എത്ര വീടുകളുണ്ട്? ഒരു 5-8 വീടുണ്ട്, 6-7 വീടുണ്ട്. ഇതെപ്പോഴാ കാണുന്നത്? എപ്പോഴാ? ഞങ്ങളൊരു 5 മണിയുടെ മുന്നേ കണ്ടിരിക്കണേ. അത് 4:30 ഒക്കെ ആയപ്പോൾ ഞാൻ ഉറങ്ങിണീറ്റ് കൊലായിൽ വന്ന് നോക്കിയപ്പോൾ കണ്ട്. നേരത്തെ ഉണ്ടായത് എന്നായിരുന്നു? അതൊരു മാസം മുന്നേണ്, ഇലക്ഷന്റെ മുന്നായിട്ടാ. അന്ന് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇപ്പോഴാണ്, ഇത് ഇന്നലെ രാത്രി ഒരു 12 മണിയിലൊക്കെ ആ സമയത്താണ് തോന്നുന്നത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉറങ്ങണ വരെ ഒന്നും ഇവിടെ ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ചെറിയ വറ്റാലിൽ സഹദേവൻ, വാലിൽ യാഹു, ചിരണ്ട ശിവരാമൻ, തച്ചപ്പറമ്പിൽ സുരേന്ദ്രൻ, ചിറക്കൽ റീജ, കുറുപ്പം വീട്ടിൽ ഗംഗാധരൻ എന്നിവരുടെ വീടുകളിലും നിർമ്മാണത്തിലിരിക്കുന്ന പുന്നശ്ശേരി ഷിജുവിന്റെ വീട്ടിലുമാണ് സാമൂഹിക വിരുദ്ധർ നഷ്ടം വരുത്തിയത്. ഇതിൽ പുന്നശ്ശേരി ഷിജു, വാലിൽ യാഹു, ചിരണ്ട ശിവരാമൻ എന്നിവരുടെ വീടുകളിൽ കഴിഞ്ഞ മാസവും സമാന രീതിയിൽ കരിയോയിൽ ഒഴിച്ചിരുന്നു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഷിജുവിന്റെ നിർമ്മാണത്തിലുള്ള വീട്ടിൽ ഇത്തവണ 2 ഭാഗത്ത് നഷ്ടം വരുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും രാഷ്ട്രീയമായോ മറ്റോ പ്രശ്നങ്ങളോ പ്രദേശത്തുണ്ടായിട്ടില്ല എന്നിരിക്കെ സമാന സംഭവം ആവർത്തിക്കുന്നത് നാട്ടുകാരിൽ ആശങ്ക ഉയർത്തുന്നു. പഴയ 14-ാം വാർഡ്, ഇപ്പോഴത്തെ 15-ാം വാർഡാണ്. ഈ ഇലക്ഷന് മുമ്പായിട്ട് 3 വീടുകളിൽ ഇതേമാതിരി കരിയോയിൽ പ്രയോഗം നടത്തിയിരുന്നു. ഒന്ന് ഷിജു എന്ന് പറഞ്ഞ ഒരു പുന്നശ്ശേരി ഷിജുവിൻ്റെ വീട്, പുതിയ വീടുണ്ടായിക്കൊണ്ടിരിക്കുക, വൈറ്റ് വാഷ് ചെയ്താണ്, അവിടെയാണ് കൊണ്ടുപോയി പ്രയോഗം നടത്തിയത്. പിന്നെ വാലി യാവാക്കാൻ്റെ വീട്ടിൽ മെയിൻ സ്വിച്ചിൻ്റെ അടുത്താണിത് കരിയോയിൽ പ്രയോഗം നടത്തിയത്. ഒരു തീപ്പെട്ടികൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അപ്പം തീപിടിക്കും, ആ രൂപത്തിലായിരുന്നു. അന്ന് ഇവർ പെറ്റീഷൻ കൊണ്ട് കൊടുത്തു. പോലീസിന് 2 ദിവസം കഴിഞ്ഞ് പോലീസിന് വന്ന് നോക്കി പോയി. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഇന്നലെ രാത്രി ഒരു 12 മണിക്കും ഒരു 12:30 മണിക്കും ഇടയിലാണ് നടന്നിരിക്കുന്നതാണ് ഇവിടെ വീരക്കാലം. അതുവരെ ഇവിടെ വീട്ടിൽ ആളുണ്ട്. ഇവിടെ ഇപ്പോൾ 7 വീടുകളിൽ ഇതേമാതിരി കരിയോയിൽ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ള ഒരു വീടുകളെല്ലാം തന്നെ അത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു അഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇത് അവസാനിപ്പിക്കേണ്ട അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വീണ്ടും പോകുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് പതിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ അങ്ങനത്തെ ശല്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ കരിയോയിൽ പ്രയോഗം ഇവിടെ വരുന്നത്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഈ റീജ എന്ന് പറഞ്ഞാൽ അവർ ചെറിയ പേഷ്യൻ്റാണ്. അപ്പോൾ അവർ രാവിലെ 4:30 മണി 5 മണിക്ക് മിറ്റടിക്കാൻ പോയപ്പോഴാണ് ഈ തിണ്ടുകൊലതിൻ്റെ മുകളിൽ ടൈൽസ് ഇട്ട് അവിടെ കണ്ടത്. എന്തോ ഭാഗ്യത്തിനാണ് അവർ അവിടെ നിന്ന് കഴിച്ചിലായത്. കാരണം ഇല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം വീഴും, തല പൊട്ട് ഉറപ്പാണ്. എന്തോ ഭാഗ്യത്തിന് അവർ കഴിച്ചിലായെന്ന് പറയാം. അതിന് ശേഷമാണ് മറ്റുള്ള വീടുകളൊക്കെ ശ്രദ്ധയിൽ വരുന്നത്. പിന്നെ ഇവിടുത്തെ നമ്മുടെ പാലിയേറ്റിൻ്റെ സിസ്റ്ററുണ്ട് രജനി, അവരുടെ വീട്ടിൽ മകൻ വന്നത് 12:30 മണിക്കാണ്. ആ വന്ന സമയത്ത് ഇവിടെ സംഭവം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 11:15 ഇവർ വീട്ടിൽ കിടന്നുറങ്ങാൻ പോകുന്നവരെ അമ്മ, അപ്പോഴൊന്നും കാര്യം നടന്നിട്ടില്ല. അപ്പോൾ 12-ന്റെയും ഒരു 12:15 ഇടയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. പ്രദേശത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ രാത്രി മദ്യപാനവും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് മദ്യപാന സംഘങ്ങളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. തൂക്കുപാലം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നതായും പരാതിയുണ്ട്. ഇതിനിടയിലാണ് സ്വൈര്യജീവിതം തകർക്കുന്ന സംഭവം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. അന്ന് 4-5 വീടുണ്ടായിരുന്നുള്ളൂ. 4 വീട്. ഇന്ന് പുതുതായിട്ട് എത്ര വീട്ടിലുണ്ട്? ഇപ്പൊ 3 വീട്, 3-4 വീട് കൂടുതലാണ്. ഇപ്പൊ എന്റെ വീട് ഇത്, അടുത്തത് ഇത് 3 വീട് ഇവിടെ ഉണ്ട്. പിന്നെ അവിടുത്തെ വീടും ഉണ്ട്, ആ സാധവേട്ടന്റെ വീട്ടിലുണ്ട്. ഈ പ്രദേശത്ത് സാമൂഹിക വിരുദ്ധ ശല്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ നല്ലൊരു ഏരിയ, നമുക്ക് ഒറ്റയ്ക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് നല്ലൊരു ഇതിൽ ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്, ഒരാളെ പേടിക്കാതെ. ഇതിപ്പോ ഒരു പുതിയ ഒരു ഇതാണ് ഇപ്പൊ ഇത്. ഇവിടെ സംശയകരമായ ആരെങ്കിലും ഇന്നലെ കണ്ടതായിട്ട് വല്ല വിവരവും? ഞങ്ങളൊരു 10 മണിക്ക് ശേഷം കിടക്കണ വരെ ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പവും കണ്ടിട്ടില്ല. ഒരു പുതിയൊരാൾക്കാരായിട്ട് അങ്ങനെയൊന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല. ഇത് രാവിലെ ഉറങ്ങിണീറ്റ് നമ്മളിപ്പോ ശ്രദ്ധിക്കാതെ നടക്കണെങ്കിൽ വലിയൊരു അപകടം ഇന്ന് എന്റെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. നമ്മൾ ഇങ്ങനത്തെ ഈ വഴുക്കണ സ്ഥലമായ കാരണമാണ്. ഈ വീടുകളിലുള്ളവർക്ക് രാഷ്ട്രീയ അങ്ങനെ സംഭവങ്ങളുണ്ടോ? ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആൾക്കാരല്ല. നമുക്ക് അത് അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല. ആരും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്കാരല്ല.
ഡിസംബറിലായിരുന്നു ആദ്യ സംഭവം. അന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് എത്തിയത്. കുറ്റവാളികളെ കണ്ടെത്തിയതുമില്ല. അതിനാൽ കൂടിയാണ് സാമൂഹ്യ വിരുദ്ധ ശല്യം തുടരുന്നതെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. എഡിറ്റർ ലൈവ്, മംഗലം. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.